KKC of AICCയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മനോജ് മൂത്തേടൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. KKC of AICCയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 22 വിദ്യാർത്ഥികൾക്ക് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 3 രോഗികൾക്ക് ചികിത്സാ സഹായവും തൊഴിലാളികൾക്കുള്ള യൂണിഫോമും ചടങ്ങിൽ കൈമാറി. പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബെസ്റ്റ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ KKC of AICC ജില്ലാ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഭാഗമായി ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും അതുപോലെ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഉന്നതമായ വിജയം നേടിയ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലും +2 ഉന്നതമായ വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് ദാന ചടങ്ങ് കൂടിയാണ്. എനിക്കൊന്നും ഇവിടെ അവാർഡ് ഈ +2 SSLC ഫുൾ A+ നേടിയ കുട്ടികളൊക്കെ നമ്മളിപ്പോഴും 4-5 വട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ തന്നെ പഞ്ചായത്തിന്റെ പരിപാടിയിൽ, ബാങ്കിന്റെ പരിപാടിയിൽ, MLA അവാർഡിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായൊന്നും പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള നേട്ടം അത് നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിന്റെ നേട്ടമാണ്. ആ വിജയത്തിൽ നിങ്ങൾക്ക് ഈ നാട് മുഴുവൻ നിങ്ങൾ അനുമോദിക്കുമ്പോൾ ആ അനുമോദനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി, ഒരു കരുത്തായി, ആത്മവിശ്വാസമായി മുന്നോട്ട് പോകണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമുള്ള തലമുറയായി നിങ്ങൾക്കെല്ലാം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് സ്നേഹം ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി സംഘടിപ്പിച്ചത് ഏറ്റവും മാതൃകാപരമാണ്. പിന്നെ ചികിത്സാ സഹായം, നമുക്കറിയാം ഒരുപാട് ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ജനപ്രതിനിധികളും, ഇപ്പോൾ MLA മാത്രമല്ല, എല്ലാ ജനപ്രതിനിധികളുടെ മുമ്പിൽ, എല്ലാ പൊതുപ്രവർത്തകരുടെ മുമ്പിൽ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ വരും ചികിത്സയ്ക്ക് പണമില്ലാത്തതില്ല. അങ്ങനെ ആളുകൾ വലിയ കഷ്ടപ്പാട് സഹിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ചികിത്സ പോലും പണമില്ലാത്തതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് ചികിത്സാ സഹായമായി KKC മുന്നോട്ട് വന്നതിന് സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണ അറിയിച്ചു. നമ്മുടെ അവാർഡ് ദാനം പോലെ 4 വട്ടമായി മാറ്റി വെക്കുന്നു. പല കാരണങ്ങളാൽ 4 വട്ടമായി മാറ്റി വെക്കുന്നു. എന്തായാലും ഇന്നത് ഈ ചികിത്സാ പദ്ധതിയും അവാർഡ് ദാന ചടങ്ങൊക്കെ നടത്താൻ കഴിയുന്ന സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഇപ്പോൾ KKCയുടെ ആദ്യത്തെ പരിപാടി എന്നുള്ളതിൽ തന്നെ ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി വിചാരിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത KN ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. ദേശീയ ഭാരവാഹി ഷീബ രാമചന്ദ്രൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി സലീം തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണം നിർവഹിച്ചു. അത് പഠിച്ചു തന്നെ കാണിച്ചു കൊടുക്കും. അവർ വേറെ ഒന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. സ്കൂളിൽ പോകാൻ പറയുന്നു, വൈകിട്ട് വരുമ്പോൾ പഠിക്കാൻ പറയുന്നു. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. പഠനമാണ് വളരെ വലുത്. നമ്മളിപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ 35 ദിവസം അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ നീതി കിട്ടി. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ഏത് ഗവൺമെന്റാണ്. ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പഠനമാണ് നമ്മുടെ. ചടങ്ങിൽ റെജി ഇട്ടു, TG സുനിൽ, KP മാത്തുക്കുട്ടി, വിജീഷ് വിദ്യാധരൻ, സാബു പള്ളിക്ക, ലീന പൗലോസ്, NA തങ്കപ്പൻ, അനിത, ഷിഹാബ് ഓണംപിള്ളി, അബ്ദുള്ള KH, ഷംസുദ്ദീൻ KK, TJ വർഗീസ് കുട്ടി, മത്തായി തോമസ്, NA ഹസൻ എന്നിവർ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കൂടിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഇവിടെ 13 സംഘടനകളുടെ അതുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുന്ന അവരുടെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഒരു ആദരവ് നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനിൽ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അധ്യയന കാലഘട്ടത്തിൻ്റെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫസ്റ്റ് ലെവൽ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു കംപ്ലീഷനാണ്. അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ പാരൻസിനോട് ഏറ്റവും ഉദാർത്ഥമായ രീതിയിൽ അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന രീതിയിൽ ഉന്നത വിജയം നൽകുക എന്നതാണ്. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഈ വിദ്യ നമ്മൾ നേടുന്നത് ആരും നമ്മളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. പണ്ട് പറഞ്ഞ ഒരു വിദ്യാഭ്യാസം സർവത്ര പ്രധാനം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നമുക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നമുക്ക് പഠിക്കാൻ താല്പര്യം. അതുപോലെ +2 എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മുടെ ഏത് വിഷയത്തിലാണോ നമുക്ക് പ്രാവീണ്യം ഇരിക്കും, നമുക്ക് അറിയാൻ താല്പര്യം, ഏത് വിഷയത്തെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ താല്പര്യം, ആ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ
വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മികവിനെ ആദരിക്കുകയും അർഹരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുകയും തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുകയും ചെയ്ത പരിപാടി സാമൂഹിക പ്രതിബദ്ധതയുടെ മാതൃകയായി ശ്രദ്ധേയമായി. ഏത് വിദ്യാർത്ഥി ലക്ഷണം, അതാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും അല്ലെങ്കിൽ പോലും അതിൽ ചിലതെല്ലാം നമ്മൾ പ്രായോഗികമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒത്തിരി വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു വിജയം ഇതെല്ലാം ആയി എന്ന് ചിന്തിക്കാതെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒത്തിരി നേടേണ്ടതുണ്ട്. അതിൽ ഇനി നിങ്ങൾ ചെല്ലുന്ന വാതായനങ്ങൾ കുറെ കൂടി സംഘർഷമുള്ളതും വെല്ലുവിളികൾ നേരിട്ടതുമാണ്. നമ്മൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരമുള്ള നമ്മുടെ നാട്ടിലുള്ളവരെ ഒപ്പം പഠിക്കുന്നത് പോലെയോ സ്വന്തക്കാരോ വീട്ടുകാരുടെ പോലെയോ ആയിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.